ഹലോ ഹായ് നമസ്കാരം മക്കളെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പം 5 മണിയായിട്ടുണ്ട്. നമ്മൾ ഒരു യാത്ര പോവുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റത്. 7 മണിക്കുള്ള ട്രെയിനിന് നമ്മൾ കോഴിക്കോട് പോവുകയാണ്. അപ്പോൾ നമുക്ക് റെഡി ആകണം, ബാഗ് പാക്ക് ചെയ്യണം. ബാഗൊന്നും പാക്ക് ചെയ്തിട്ടില്ല, ബാഗ് പാക്ക് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പോകാനായിട്ട് റെഡിയായിട്ട് വെറുതെ ഞാൻ അടുക്കള വശത്തേക്കൊന്ന് പോയതാണ്. പോയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ആ ഒരു മാവുണ്ടല്ലോ, ആ മാവിൽ ഒരു കൊപ്പ് ഒടിഞ്ഞു വീണു. കണ്ണേറൊക്കെ സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ റെഡിയായി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ പോവാണ്. അതിനു മുമ്പ് നമ്മുടെ ശുക്കുടുവിനെ ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കണം. കാരണം 2-3 ദിവസം ഞങ്ങളില്ല. ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ആകാശുവിൻ്റെ വീട്ടിൽ ഏൽപ്പിക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ആകാശുവിൻ്റെ വീട്ടിലൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ മെയിനായിട്ടുള്ള ഒരു ബിൽഡിങ് പൊളിച്ചിട്ടിരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയ ഒക്കെ മാറിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിൽ എൻട്രി ചെയ്യുന്ന ആ ഒരു രീതിയും മാറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി കാത്തുനിന്ന് നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ജനശതാബ്ദി ആയിരുന്നു. 7 മണിക്കായിരുന്നു ട്രെയിൻ. 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു ട്രെയിൻ, എന്നാലും സാരമില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിക്കുള്ളിൽ കയറി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാനുള്ളതാണ്. ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതൊന്നും ഞങ്ങളങ്ങനെ വാങ്ങി കഴിക്കില്ല. കാരണം വയറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലോ. അങ്ങനെ ഒരു പാർലേസും ഒരു സ്നിക്കേഴ്സും കുറച്ച് കേക്കും കഴിച്ചു. ഞങ്ങൾ വന്ന ട്രെയിനിൻ്റെ ഒരു ബോഗിയുടെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞങ്ങൾ കോഴിക്കോട് എപ്പോൾ വന്നാലും മിഠായിത്തെരുവ് കയറാതെ പോകത്തില്ല കേട്ടോ. അവിടെ ഒരുപാട് കടകളുണ്ട്. എല്ലാ കടയിലും അത്യാവശ്യം റേറ്റ് കുറവാണ് എല്ലാ സാധനത്തിനും. നമുക്ക് ഏത് കടയിൽ കയറണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാവും. പക്ഷേ ഞങ്ങൾ ഇന്ന് വന്ന സമയം അത്ര ശരിയായില്ല. ഇന്ന് ഞായറാഴ്ചയാണ്. അത് കൂടാനിട്ട് വിഷുവിൻ്റെ തലേന്നായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അടുക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ കയറി സീതപ്പഴത്തിൻ്റെ ഒരു ഷേക്കും കുടിച്ചു. ദാഹം മാറാനിട്ട് ഓറഞ്ചിൻ്റെ ഒരു വെള്ളം കുടിച്ചു. പക്ഷേ ഓറഞ്ചിൻ്റെ വെള്ളം അത്ര പോരായിരുന്നു. ഒരുപാട് വെള്ളം ചേർത്തതായിരുന്നു. തണുപ്പുള്ളതുകൊണ്ട് ദാഹം മാറിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്കിനി ബസ് പിടിക്കണം. മുക്കത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. മുക്കത്ത് എന്താണെന്ന് വെച്ചാൽ ആകാശുവിൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് നമ്മുടെ കോഴിക്കോട് മുക്കത്താണ്. അഗസ്തിമൊഴി എന്ന് പറയും. നിങ്ങളിപ്പോൾ കണ്ടത് ഇലവഴിഞ്ഞിപ്പുഴയാണ് കേട്ടോ. നമ്മുടെ കാഞ്ചനമാലയുടെയും മൊയ്തീൻ്റെയും ഇലവഴിഞ്ഞിപ്പുഴ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ചു. ഫുഡിന് നെയ്ച്ചോറും ചിക്കൻ കറിയും സലാഡും പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു മീൻകുളം ഉണ്ട് കേട്ടോ. അതിൽ ആഫ്രിക്കൻ മുഷിയാണെന്ന് തോന്നുന്നു. ആഫ്രിക്കൻ മുഷി വലുതായിട്ടുണ്ട്. അതിൽ കുറച്ച് സക്കറും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചേട്ടനനിയന്മാരെല്ലാവരും അടുത്തടുത്താണ് വീട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കസിൻസ് എല്ലാം അടുത്തടുത്തുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായപ്പം പട്ടിക്കുട്ടന്മാരെ കൊണ്ട് പുറത്തേക്കൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ മുഴുവൻ പറമ്പാണ്, ഓരോ ആൾക്കാരുടെ പറമ്പ്. ഇവിടെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു പ്ലാവിൽ നോക്കിയപ്പോൾ നിറച്ചും ചക്ക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഊക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നാളത്തെ കണിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കൊന്നപ്പൂ പറിക്കാനായിട്ട് നമ്മുടെ സച്ചും ചക്കരയും കൂടെ പോയിട്ട് കൊന്നപ്പൂ പറിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മീൻകുളം കാണാനായിട്ട് വന്നു. ഇതിൽ ആഫ്രിക്കൻ മുഷിയും സക്കറും ഉണ്ട്. സക്കറാണ് ആ കിടക്കുന്നത്. അതിന് സിറ്റൗട്ടിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു എയറോപ്ലെയിൻ ഇരിക്കുന്നു. ഇത് ആരുടെയാണെന്ന് ചോദിച്ചപ്പം ഇവിടുത്തെ അളിയൻ്റെ ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ കുഞ്ഞിൻ്റെ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു കസിൻ്റെ വീട് പണി നടക്കുകയാണ്. അത് കാണാനായിട്ട് പോയി. സന്ധ്യയായപ്പം എല്ലാവരും കൂടെ ചേർന്നിട്ട് പേര്, സ്ഥലം, സാധനം, സിനിമ ആ കളിയുണ്ടല്ലോ അത് കളിച്ചു കേട്ടോ. കരിങ്കാളി സ്ഥലം കുമാരനെല്ലൂര്, കല്ലമ്പലം, കർണാടക, സ്ഥലമാണ് കൊയിലാണ്ടി, കോട്ടയം, കുന്നമംഗലം, സാധനം, കമ്മൽ, കല്ലുമാല, കരിവള, കട്ടില്, കമ്പ്, കുപ്പിയുടെ മൂടി. കുപ്പിന്റെ മൂടിയുടെ വാങ്ങ കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ല, സാധനം. അത് സാധനമാണ്. വാങ്ങാൻ കിട്ടണം. വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല. മൂടിയുടെ കഷ്ണം ഇട്ടൂടെ ഞാനെന്താ സിനിമ കാതോട് കാലി, കാണാ കൺമണി,
കടുവ. കാര്യസ്ഥൻ. നൗ ഇറ്റ്സ് ഡിന്നർ ടൈം. ഡിന്നറിന് നമുക്ക് ചോറുണ്ടായിരുന്നു, പൊറോട്ടയും ചിക്കൻ കറിയും, അച്ചാറ്, തൈര്, പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. കുറുവാരിയുടെ ചോറാണ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയ മണിയരിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മുടെ അങ്ങോട്ടൊന്നും കൊല്ലത്തോട്ടൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ചയാണ് വിഷുവായിട്ട് എവിടെ കറങ്ങാൻ പോകണമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കണ്ടത് നമ്മുടെ ചക്കരയുടെ അച്ഛൻ എടുത്തിട്ട് വന്ന പൂച്ചക്കുട്ടിയാണ് കേട്ടോ. റോഡിൽ നിന്ന് കിട്ടിയതാണ്, രക്ഷിച്ചെടുത്തിട്ട് വന്നതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പടക്കം മേടിച്ചിട്ടുണ്ടായിരുന്നു. പടക്കം പൊട്ടിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടൊന്നും അറിയില്ലേ? ഭാഗ്യത്തിനൊന്നും പറ്റിയില്ലെന്ന് വേണം പറയാൻ. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങളെല്ലാവരും പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.